വന്നിട്ടുള്ളത് നമ്മുടെ ഐബ്രഡ് ക്യാമ്പസിലെ NIOS SSLC ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സൽമത്തിന്റെ മുന്നിലാണ്. സൽമത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്, നമ്മുടെ ക്യാമ്പസിനോടും നമ്മുടെ ഓഡിയൻസിനോടും എന്താണ് സൽമത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. എങ്ങനെയാണ് നമ്മുടെ ഐബ്രഡ് ക്യാമ്പസിനെ സൽമത്ത് ചൂസ് ചെയ്തത്? ഇവിടെ വരാനുള്ള കാരണം എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ ഫ്രണ്ട് ആഷിക വഴിയാണ് ഹൈബ്രിഡിൽ എത്തിയത്. കാരണം അവൾക്ക് എക്സാം എഴുതാണ്ടായിരുന്നു. അപ്പോ അവൾ എന്നോട് ഇങ്ങനെ എക്സാം എഴുതാൻ നമുക്ക് ഒരുമിച്ച് പഠിക്കാന്നുള്ളത്, അങ്ങനെ വന്നിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതിയത്. ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. ഒരുപാട് സന്തോഷമായി. ഹൈബ്രിഡില് ഇതുപോലത്തെ ഒരു ക്യാമ്പസിൽ വന്ന് എക്സാം എഴുതാൻ പറ്റിയത് കൊണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫസ്റ്റ് പൊസിഷനിൽ എത്തുന്നു എന്നുള്ളത്. പാസ്സാവുന്നതിന്റെ ഒരു ഘടകമാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു? മനസ്സിലായിരുന്നോ? ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ ചൂസ് ചെയ്തത് സൽമത്ത്? ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ആഷിഫ് സാറ് അവരൊക്കെ എല്ലാരും മിസ്സുമാരൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് എന്താ പറയാ ഏറ്റവും കൂടുതൽ മനസ്സിലായിരുന്നു മലയാളമായിരുന്നു. നല്ല കഥകളൊക്കെ കേട്ടിരിക്കുന്നു. എക്സാം എങ്ങനെയായിരുന്നു? എളുപ്പമുണ്ടായിരുന്നോ അതോ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയതാണോ? എങ്ങനെയായിരുന്നു എക്സാം? നമ്മൾ പഠിച്ചു പോയത് മാത്രമൊന്നല്ല, ഒരുപാട് നമ്മൾ പഠിക്കാത്തതും ഉണ്ടായിരുന്നു. പക്ഷെ വൺ വേർഡ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു പോയിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പഠിച്ചതും പഠിക്കാത്തതൊക്കെ ആയിട്ട് നമ്മളെ രീതിക്ക് അങ്ങനെ എഴുതി. ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. വലിയൊരു ടഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചില സബ്ജക്ട് ചെറിയൊരു ടഫ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് എക്സാം അതെ 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 അതെ. നിങ്ങളുടെ മെന്റർ ശരണ്യ ആയിരുന്നു അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു ശരണ്യയുടെ ഒരു എന്താ പറയാ ട്രീറ്റ് എങ്ങനെയായിരുന്നു? ശരണ്യ മാം അടിപൊളിയായിരുന്നു. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയല്ല, എന്താ പറയാ ഏത് സമയത്ത് വിളിച്ചാലും കോൾ എടുക്കും. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ്. പിന്നെ എപ്പോ മെസ്സേജ് വിട്ടാലും അതിന് റീപ്ലൈ പെട്ടെന്ന് കിട്ടും. അതേപോലെ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ആളും കൂടിയാണ് ശരണ്യ മാം. കാരണം എന്താ വെച്ചാൽ ഒന്നും പേടിക്കണ്ട, അത് കിട്ടും അത് കിട്ടും, അത് ഇതൊക്കെ സിമ്പിളാ, എല്ലാ ആൾക്കും സിമ്പിളാണ്. അതൊന്നുമില്ല, അത് പേടിക്കാനൊന്നുമില്ല, അത് ചെല്ലുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക്. അത് പെട്ടെന്ന് എക്സാം എഴുതി അതെന്താ വെച്ചാൽ ചെല്ല എഴുതാ പോരെന്നുള്ള രീതിയിൽ ആളെ നമ്മളോട് സംസാരിക്കും. അതിന് എനിക്ക് എപ്പോഴും താങ്ക്സ് അറിയില്ല ശരണ്യ മേഡത്തിനോടാണ്. കാരണം എപ്പോഴും എന്താ പറയാ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരാളെ പോലെ നമ്മളെ കൂടെ നിന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഹൈബ്രിഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ ആള് നമ്മളെ ശരണ്യ മേഡമാണ്. എന്താണ് ചെയ്യുന്നത്? എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ മങ്കട പഞ്ചായത്തില് ചേരി എസ്റ്റ് 8ാം വാർഡില് മെമ്പറാണ്. ശരണ്യ, എങ്ങനെയായിരുന്നു സൽമത്തുമായിട്ടുള്ള ശരണ്യയുടെ ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? ആ ഒരു മെമ്മറീസ് ഒന്ന് ഓർക്കാൻ കഴിയോ? അത് ഇവരെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇവര് 3 പേരാണ്. സൽമത്ത്, ആഷിക, റജീന 3 പേരാണ് എനിക്ക് SLCക്ക് ഉണ്ടായിരുന്നത്. ഇവര് എന്റെ മുന്നത്തെ സ്റ്റാഫ് റുവൈദ മാമിന്റെ സ്റ്റുഡൻസ് ആണ്. മാം പോയി കഴിഞ്ഞ് ഞാനാണ് ഇവരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒരാൾ പോയി കഴിഞ്ഞിട്ട് മറ്റാള് വരുമ്പോഴുള്ള ഗ്യാപ്പ് അതുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്തിട്ട് ഇവരെ ഞാൻ ഇങ്ങനെ കമ്പനിയാക്കി അവസാനം 3 പേരും, അതായത് ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കാനുള്ളൊരു ഇത് ഒരു സ്റ്റുഡൻസ് ആയിരുന്നു. എൻ്റെ എന്താ പറയാ ഹൈബ്രിഡ് ക്യാമ്പസിലെ ഫേവറേറ്റ് സ്റ്റുഡൻസിൽ ഉള്ള ആളുകളാണ് സൽമത്ത്, ആഷിക, റജീന. ഇവർക്ക് 3 പേർക്കുമാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും SLCയിൽ കിട്ടിയിട്ടുള്ളത്. സന്തോഷം ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നവര് നമ്മുടെ മക്കളെ പോലെയാണ്. അപ്പൊ ഇവര് പാസ്സായിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റാങ്ക് കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്റ്റേജിൽ നിന്നിട്ട് അവാർഡ് മേടിക്കണം. ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സൽമത്ത്. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മെമ്പർ ആയ സ്ഥിതിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാടിന് വേണ്ടി ചെയ്യാനുണ്ടാവും അല്ലെ? അപ്പോ ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ ഓഡിയൻസിനോട് ഇപ്പൊ ഒരുപാട് കുട്ടികളുണ്ട്, 10ാം ക്ലാസ് ഇല്ലാത്തവരൊക്കെ ഒരുപാട്, +2 ഇല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ടാവും. അപ്പോ നാടിന്റെ നന്മക്ക് വേണ്ടി പൊരുതുന്ന മെമ്പർ ആയ സൽമത്തിന് എന്താണ് നമ്മുടെ ഓഡിയൻസിനോടും നാട്ടുകാരോടും പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ചില സ്ത്രീകൾ നമ്മളാ ഒരു കാലഘട്ടത്തിലുള്ളവരൊക്കെ ചിലവരൊക്കെ SSLC ഇല്ലാത്തവര് +2 ഇല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് SSLC ഒന്നും അല്ല, +2 അല്ല, ഡിഗ്രി ഒന്നും അല്ല. അപ്പൊ പഠിക്കുക, മാക്സിമം നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്രയും പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ഏജ് ആയി അല്ലെങ്കിൽ അതൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊരു ഇതല്ലല്ലോ, നമുക്ക് ഏത് സമയത്തും പഠിക്കാം. ഇപ്പൊ ഞാനും ഇതേപോലെ ആദ്യമൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് നിന്നിരുന്ന ഒരാളാണ്.
ഇപ്പൊ എനിക്ക് SSLC എഴുതി, അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ +2 അടുത്ത് അഡ്മിഷൻ എടുത്തു. അപ്പൊ ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. അത് ഏത് സ്ത്രീകൾക്കും എപ്പോ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന അതെ ഉറപ്പായിട്ടും എല്ലാവരും ഹൈബ്രിഡ്ക്ക് വരാം. നമുക്ക് ഇവിടെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും. എല്ലാ മിസ്സുമാരും അടിപൊളിയായിട്ട് നമ്മളെ പഠിപ്പിക്കാനും, ഒരു പഠിപ്പിക്കുക എന്നുള്ളത് മാത്രല്ല, അത് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ എന്താ പറയാ ഒരു ടെൻഷൻ ഫ്രീ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതിന് എല്ലാവരും ഹൈബ്രിഡ്ക്ക് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്.